ഈ വീടാണ് ബോംബെ സിനിമയിൽ മനീഷ കൊയ്രാളയുടെ വീടായിട്ട് കാണിക്കുന്നത്. പിന്നെ ഈ വീടാ കാതൽ വെണ്ണില കയ്യിൽ സേരുമാ. ഈ കാണുന്നത് മുഴുവൻ കേരളത്തിലേക്കാണ് കയറ്റി അയക്കുന്നത്. മലയാളീസ് എന്താ രസം. മച്ചാനെ, മുകളിൽ നിന്നുള്ള വ്യൂ നോക്കിയേ. ഹലോ മലയാളീസ്, ഫോർ മല്ലൂഡിയറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചിയിലേക്കാണ്. അവിടെ വ്യത്യസ്തമായ കുറെ കാഴ്ചകളുണ്ട്. സൗത്ത് ഇന്ത്യയിലെ തന്നെ നിരവധി സിനിമകളുടെ സൂപ്പർ ഹിറ്റ് ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേടാ? ശരിയാണ്, ഇവിടെ ചിത്രീകരിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. തേന്മാവിൻകൊമ്പത്ത്, നരൻ, യാത്രാമൊഴി ഒക്കെ ഇവിടെയാടാ ചിത്രീകരിച്ചത്. എടാ, ലാലേട്ടന്റെ മാത്രമല്ല, നമ്മുടെ മമ്മൂക്കട, അണ്ണൻ തമ്പി, രാജമാണിക്യം, ഒരു മറവത്തൂർ കനവ്, ഇതൊക്കെ ഇവിടെ ചിത്രീകരിച്ചത്. എടാ, പിന്നെ തമിഴ് സിനിമകളായ ബോംബെ ഇല്ലേ, മണിരത്നത്തിന്റെ ബോംബെ, അതേപോലെ സൂര്യവംശം, ഏറ്റവും സൂപ്പർ ഹിറ്റ് പടം വരുന്നില്ലേ സൂര്യവംശം, വാനത്തെ പോലെ തുടങ്ങിയ സിനിമകളൊക്കെ പൊള്ളാച്ചിയിലുള്ള ഈ ലൊക്കേഷനിൽ ഈ വീട്ടിലാണ് ചിത്രീകരിച്ചത്. എടാ, തെങ്കാശിപ്പട്ടണം ഇവിടെ തന്നെ ആയിരുന്നടാ. അപ്പൊ ലൊക്കേഷൻ ഏതാണെന്ന് പറഞ്ഞില്ല അല്ലേ? ഇത് ശരിക്ക് പൊള്ളാച്ചിയിൽ നിന്ന് സേതുമടയിൽ പോകുന്ന റൂട്ടാണ്. സേതുമടയിൽ ചെന്നിട്ട് അവിടെ നിന്ന് 5 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് പോകണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ലൊക്കേഷനിലേക്ക് എത്തും. നമ്മളിപ്പോൾ ഏതായാലും സേതുമടയിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മളുടെ ലൊക്കേഷനിലേക്ക്. ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല മഴയുണ്ട് കേട്ടോ, പുറത്ത് മഴക്കാറും ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല ഇരുട്ടായിട്ട് ഇരിക്കുകയാണ്. കൃഷി സ്ഥലങ്ങളാണ് ഫുള്ളുള്ളത്, പക്ഷെ ഇരുട്ടായിട്ട് കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഏകദേശം നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. മലയാളീസ്, ആ കാണുന്ന ഗേറ്റിന്റെ അകത്തേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. വണ്ടി വയ്യ പോട്ടകത്തേക്ക് പോട്ടെ. മച്ചാനെ, മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും രജനീകാന്തൊക്കെ കടന്നുപോയ ഗേറ്റാണ്. ചുറ്റിനും ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. ഈ ഇതിൽ മുഴുവൻ തെങ്ങും തോപ്പാണ്, ഇരുവശങ്ങളിലും തെങ്ങും തോപ്പാണ്. നല്ല മഴയുണ്ട്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റോട്ടിൽ നിന്ന് അകത്തേക്ക് തന്നെ വണ്ടിക്ക് കുറച്ചധികം വരാനുണ്ട്. ഇതാ ആറ്റത്ത് പൊടി പോലെ ഒരു വീട് കാണാം. നമ്മൾ ഉദ്ദേശിച്ച വീട് അതാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് അവിടെ ചെന്ന് നോക്കാം അല്ലേ? നല്ല മഴക്കാറുണ്ട് കേട്ടോ, നല്ല ഇരുണ്ട് കൂടി ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ ഇതാ ആ സ്ഥലത്ത് എത്തി മലയാളീസ്. ആ കാണുന്ന വീടാണ് നമ്മൾ അന്വേഷിച്ചു വന്ന ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഒരുപാട് സിനിമകളുടെ ഭാഗ്യ വീടായിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലാണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്. എടാ, ഇത് പുറമേ നോക്കുമ്പോ കേരളത്തിലെ പഴയ നാലുകെട്ട് തറവാട് പോലെ തന്നെ ഉണ്ടല്ലേ? എടാ, ഈ വീടാണേ ബോംബെ എന്ന സിനിമയിൽ മനീഷ കൊയ്രാളയുടെ വീടായിട്ട് ഷൂട്ട് ചെയ്തേക്കണത്. എടാ, ബോംബെ മാത്രമല്ലടാ, സൂര്യവംശത്തിലേക്ക് ആ തറവാട് കാണിക്കണ ഈ വീടാണ്. ഏതായാലും നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം അല്ലേ? മഴ കൂടിയുണ്ട്, ഇപ്പൊ വലിയ മഴ മാറിയിട്ടുണ്ട്, ചെറിയ ചാറ്റൽ മഴയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ക്യാമറയിലേക്കൊക്കെ വെള്ളം വീഴുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല, നമുക്ക് അകത്തേക്ക് ചെല്ലാം. ഇവിടെ ഒരു ആമ്പൽക്കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് സെറ്റ് ഇട്ടേക്കണേണോ അതോ അല്ല? ഇത് ശരിക്കും ഉണ്ടാക്കിയേക്കണേണ്. ആമ്പൽക്കുളം ഇവിടെ നിർമ്മിച്ചേക്കണേണ്ട. എനിക്ക് തോന്നുന്നു ഇത് പുതിയതായിട്ട് വീണ്ടും ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. പുതിയ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിലരുടെ മുന്നേ അവന്മാരൊക്കെ കൂടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി നോക്കിയാലോ? ഈ വീടിന്റെ ഭംഗി നമുക്ക് അകത്ത് കയറി ഒന്ന് ആസ്വദിച്ച് നോക്കാം. ഒരുപാട് സൂപ്പർ സ്റ്റാർസ് കയറിയ വീടിന്റെ അകത്തേക്കാണ് ഇപ്പൊ നമ്മളും കയറുന്നത്. ഇരുട്ടാണ് ഇവിടെ, മഴക്കാറിന്റെ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് നല്ല ഇരുട്ടുണ്ട്, ലൈറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് അതിന്റെ വാതില്. അകത്തേക്ക് പ്രവേശനം ഇല്ല ഇവിടെ ഉള്ള വന്നവർക്ക്, ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. നമുക്ക് പുറത്ത് നിന്ന് മാത്രമേ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. 2 സൈഡും ആമ്പൽക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഏതോ ഷൂട്ടിംഗ് ഈ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, കാരണം ഇവിടെ പുറത്തൊക്കെ സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. പാട്ട് സീനിന്റെ സെറ്റ് പോലെ തോന്നുന്നുണ്ട്. എന്തായാലും അകത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചയുണ്ട്, നല്ല രസമുണ്ട് പുറമെ കാണാനായിട്ട്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അറ്റത്ത് കാണുന്നത് കണ്ടോ, അതൊരു കൃഷി സ്ഥലമാണ് ശരിക്കും. ഇതിന്റെ പുറകുവശവും ഫുള്ള് കൃഷിയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി അതൊക്കെ കാണിച്ചു തരാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓർമ്മ എന്താന്ന് വെച്ചാൽ ആ കാറ് കിടക്കുന്നതിന്റെ അപ്പുറത്തായിരുന്നു മറവത്തൂർ കനവിലും മമ്മൂട്ടി ഒരു കിണറിന്റെ അവിടെ നിന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് അവന്റെ കയറ് ദിവ്യൗണ്ണി പൊട്ടിച്ചിട്ടിടില്ലേ അത്. പിന്നെ നമ്മുടെ നരൻ സിനിമയിലെ ഇന്നസെന്റിന്റെ വീട് ഇതായിരുന്നു. അതേപോലെ അണ്ണൻ തമ്പിയിലെ ജനാർദ്ദനന്റെ വീട് മമ്മൂട്ടിയുടെ വീടായിട്ട് കാണിക്കുന്നത് ഇതായിരുന്നു. പിന്നെ തേന്മാവിൻകൊമ്പത്തില് നെടുമുടി വേണുവിന്റെ വീട് ഇതായിരുന്നു. മമ്മൂക്കയുടെ രാജമാണിക്യത്തിലെ വീടായിട്ട് കാണിക്കുന്നില്ലേ, മമ്മൂക്ക വന്നിട്ടുള്ള ആ പശുവിനെയും തൊഴുത്തൊക്കെ ആയിട്ടുള്ള കാണിക്കുന്നത്, ആ വീട് ഇതാണ്. ആ തട്ടിന്റെ മേളിൽ കയറിയ ഈ വീടിന്റെ ഫുൾ വ്യൂ കാണാം. കാതൽ വെണ്ണില കയ്യിൽ സേരുമാ സൊല്ല് പൂങ്കാറ്റേ
നീ സുല്ല് പൂങ്കാറ്റേ. ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവന്മാരോടി മേളിൽ കയറിയാ നമുക്ക് മേളിലേക്ക് ചെന്ന് നോക്കാം. എടാ നീ പാടുന്ന ഈ പാട്ട് ഇവിടെ വെച്ചാണല്ലേ ഷൂട്ട് ചെയ്തത്, വെറുതെ അല്ല. എടാ അതെ, വിജയാന്തിന്റെ വാനത്തെ പോലെ എന്നുള്ള സിനിമയിലെ പാട്ട് അത് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തത്. നീ താഴ്ത്തിന്ന് ഒപ്പന കളിക്കാതെ ഇങ്ങനെ കയറി വന്നേ, അത് നമ്മുടെ മലയാളത്തിനെ കാണിച്ചു കൊടുക്കടാ. ഈ വീടിന്റെ വ്യൂസ് എന്ത് ഭംഗിയാന്നറിയോ? എടാ അത് ശരിയാണ്ട്രാ, ഏത് ആംഗിളിൽ നോക്കിയാലും ഈ വീട് പ്രത്യേക ഭംഗിയാണ്. ഇത് കണ്ടില്ലേ? മേളിലേക്ക് ഞാൻ പയ്യെ കയറി വരാം. അമ്മ മേളിലത്തെ വ്യൂവും സൂപ്പർ ആളടാ. നിങ്ങൾ നിക്കണ കാണാൻ നല്ല അടിപൊളിയാണല്ലോ. ചെറുതായിട്ട് കോടമഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് കാണാൻ നല്ല വൈബാണല്ലേ. എന്താ രസം. വാവ്, നോക്ക് മലയാളീസ്, എന്താ ഭംഗിന്ന്. ഇതിന്റെ മുകളിൽ നോക്കുമ്പോൾ വേറെ ലെവലാണ് വ്യൂ. ഇത് ഒരിക്കലെങ്കിലും ലൈഫിൽ വന്ന് കാണേണ്ട സ്ഥലമാണ്. ചുറ്റിനും ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് ഒത്ത നടുക്കായിട്ട് ഒരു വീട്. ഇതേ ആ കാണുന്നതാണ് ആനമല. കോട ഇറങ്ങിയിട്ട് മലയൊക്കെ ആകെ മൂടിയിരിക്കുകയാണ്. വെറുതെ അല്ല ഇത് സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷൻ ആയത്. സത്യത്തിൽ ഈ ഒരു ലൊക്കേഷൻ കണ്ടിരിക്കണം എല്ലാവരും, അത്ര മനോഹരമാണ്. ആ വീടിന്റെ പുറകെ കാണുന്നത് കണ്ടോ, അതൊരു വലിയ പാവല് തോട്ടമാണ്. നമുക്ക് എന്തായാലും ഇനി അവിടെ ഒന്ന് ചെന്ന് നോക്കിയാലോ. എടാ ഇറങ്ങടാ, അങ്ങോട്ട് പോ. ഞങ്ങൾ ചെന്നത് ഏതായാലും കറക്റ്റ് സമയത്തായിരുന്നു. അവിടെ പാവല് തോട്ടത്തിൽ കൃഷിയെടുത്ത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അത് പാക്ക് ചെയ്യായിരുന്നു അവര്. എടാ ഈ പാവല് പാക്ക് ചെയ്യണ എങ്ങാട് പോകാനാണെന്നറിയോ? ഇത് നമ്മുടെ കേരളത്തിലേക്കുള്ളതാടാ. ഈ പാവലാണ് നമ്മുടെ കേരളത്തിൽ വന്നത്. എന്തായാലും നല്ല ഫ്രഷ് പാവലാണല്ലേ. ഇത് കണ്ടില്ലേ, അവരിപ്പോ വിളവെടുത്തേ ഉള്ളൂ. നമ്മൾ വന്ന സമയം കറക്റ്റ് ആയിരുന്നു. അവര് പറിച്ച് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വന്നത്. അവര് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് കൃഷിക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഇവര് വെയിലും മഴയൊന്നും നോക്കാതെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഈ തോട്ടത്തിന്റെ അകത്തേക്കൊന്ന് പോയാലോ, കാണാൻ പറ്റുമെന്ന് നോക്കാം. നല്ല ഇരുട്ടുകൂടിയിരിക്കുന്നതാണ്, മേഘാവൃതമായതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ മഴക്കാറുള്ളതുകൊണ്ട് ഇതിന്റെ അകത്തൊക്കെ നല്ല ഇരുട്ടാണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒരു തോട്ടം ഉണ്ടായി. ഇത് ഫുള്ള് പാവല് നട്ടൊക്കെയാണ്. നമുക്ക് ഇരുട്ട് കാരണം അതിന്റെ അകത്ത് ഫുള്ള് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. നല്ല മഴയുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ. എല്ലാത്തിലും കായ്ച്ച് കിടക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസാണ്, മൂത്തത് മാത്രമാണ് അവർ പറിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇവിടെ ഉണ്ട്. അവര് എന്തായാലും മാസത്തിൽ ഒരു തവണ വിളവെടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതിവര് രാവിലെ മുതൽ പറിക്കാൻ തുടങ്ങിയ പാവലാണ് കേട്ടോ. ഈ മാസത്തെ വിളവാണ് ഈ കാണുന്നത്. ഇത് മുഴുവൻ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലേക്കാണ് പോരുന്നത്. ഇനി ഈ തോട്ടത്തിന്റെ മുകൾ ഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നോക്കിയേ, കണ്ട കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കണാണ് പന്തലിട്ടിട്ട്. ഒട്ടും സൂര്യപ്രകാശം താഴത്തേക്ക് വരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് വലിയൊരു പന്തൽ പോലെയാണ് ഇത് കിടക്കുന്നത്. ഏക്കർ കണക്കിനുണ്ട് ഇത്. എന്തായാലും നല്ല രസമാണ്. ഇതിന്റെ ആ ആംബിയൻസ് നല്ല സൂപ്പറാണ് അവിടെ നിൽക്കാനും അത് കാഴ്ച കാണാനൊക്കെ. ഞങ്ങൾ വരുന്നത് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ പണിക്കാർക്ക് ഞങ്ങൾക്കും തന്നു സ്നേഹോപഹാരം പാവല്. നല്ല ഫ്രഷ് പാവക്ക ഞങ്ങൾക്ക് എല്ലാവർക്കും അവര് തന്നിട്ടാ. നല്ല സ്നേഹമുള്ള നാട്ടുകാരായിരുന്നു കേട്ടോ അവിടെ ഉള്ളവര്, കൃഷിക്കാര്. പാവക്ക കിട്ടി സന്തോഷത്തിലായിരിക്കും. സെറ്റ്. അപ്പൊ ജയ് ജവാൻ ജയ് കിസാൻ, ജയ് ജവാൻ ജയ് കിസാൻ, ജയ് ജവാൻ ജയ് കിസാൻ. അതെ. അപ്പൊ ഓക്കെ. അപ്പൊ മലയാളീസ്, താൽക്കാലികമായിട്ട് ഞങ്ങൾ പൊള്ളാച്ചിയിൽ നിന്ന് യാത്ര പറയുകയാണ്. ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.